ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. പോലീസ് കോൺസ്റ്റബിൾ അടക്കം 96 തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 716/2024 മുതൽ 812/2024 വരെ. കേരള സർക്കാർ സർവീസിൽ ഉദ്യോഗത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ആധാർ നമ്പർ ലഭ്യമായിട്ടുള്ളവർ ആയത് പ്രൊഫൈലിൽ തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തേണ്ടതാണ്. കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒഴിവുകളുടെ എണ്ണം ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം SAP, പത്തനംതിട്ട KAP 3, ഇടുക്കി KAP 5, എറണാകുളം KAP 1, തൃശൂർ KAP 2, മലപ്പുറം MSP, കാസർഗോഡ് KAP 4. ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകൾ. ശമ്പള സ്കെയിൽ 31,100 രൂപ മുതൽ 66,800 രൂപ വരെ പ്രതിമാസം. തെരഞ്ഞെടുപ്പ് ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനാൽ അപ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമനം ലഭിക്കുന്ന ബന്ധപ്പെട്ട ജില്ലാ ആംഡ് റിസർവ് പോലീസിലേക്ക് മാത്രമേ സ്ഥലം മാറ്റത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. തസ്തികയുടെ പേര്, പ്രായപരിധി, യോഗ്യത എന്നിവ 17/1/1989 GO MS നമ്പർ 16/80/Home SRO നമ്പർ 82/80 8/12/2017 GO P നമ്പർ 138/2017 Home SRO നമ്പർ 787/17 നമ്പർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഈ വിജ്ഞാപന പ്രകാരം ഒരു ഉദ്യോഗാർത്ഥി ഒന്നിലധികം ബറ്റാലിയനിലേക്ക് അപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഓരോ ബറ്റാലിയനും പ്രകാരം ഒരു ഉദ്യോഗാർത്ഥി ഒന്നിലധികം ബറ്റാലിയനിലേക്ക് അപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഓരോ ബറ്റാലിയനും പ്രത്യേക റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഈ റാങ്ക് പട്ടികകൾക്ക് അവ അംഗീകരിക്കുന്ന തീയതി മുതൽ 1 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളെ തസ്തികയുടെ മുൻ റാങ്ക് പട്ടികയുടെ കാലാവധിക്ക് ശേഷം അറിയിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ഈ കാറ്റഗറി പ്രകാരമുള്ള റാങ്ക് പട്ടികയുടെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കും നിയമന ശുപാർശ നടത്തുന്നതാണ്. നിയമന രീതി. നേരിട്ടുള്ള നിയമനം ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ. പ്രായപരിധി 18-26. ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധി. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സായും വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സായും നിജപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി +2 പരീക്ഷ വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യം. ശാരീരിക യോഗ്യതകൾ. ഉയരം കുറഞ്ഞത് 168 സെന്റിമീറ്റർ, നെഞ്ചളവ് കുറഞ്ഞത് 81 സെന്റിമീറ്ററും കുറഞ്ഞത് 5 സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 160 സെന്റിമീറ്റർ ഉയരവും 76 സെന്റിമീറ്റർ നെഞ്ചളവും വികാസം 5 സെന്റിമീറ്റർ വേണമെന്ന നിബന്ധന ഇവർക്കും ബാധകമാണ്. കാഴ്ചശക്തി. ദൂരക്കാഴ്ച 6/6 സ്നെല്ലൻ. ഇടത് കണ്ണ് വലത് കണ്ണും
6/6 സ്നെല്ലൻ. സമീപക്കാഴ്ച 0.5 സ്നെല്ലൻ. ഇടതു കണ്ണിനും വലതു കണ്ണിനും അത് തന്നെ. ഓരോ കണ്ണിനും പൂർണ്ണമായും കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്ധത, സ്കിന്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ്. മുട്ട്, തട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കാലുകൾ, കോമ്പല്ല്, മുൻപല്ല്, ഉന്തിയ പല്ലുകൾ, കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ അയോഗ്യതയായി കണക്കാക്കുന്നതായിരിക്കും. നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 609.60 സെന്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80 സെന്റിമീറ്റർ, പുൾ അപ്സ് അഥവാ ചിന്നിങ് 8 തവണ, 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായി ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ പരിശോധിക്കുന്നതാണ്. നിശ്ചിത അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കായികക്ഷമതാ പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കായികക്ഷമതാ പരീക്ഷയിൽ വീണ്ടും ഒരവസരം നൽകുന്നതല്ല. ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സംബന്ധിച്ച് താൽക്കാലിക തീയതി 2025 ജനുവരി 15 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ എൻഡ്യൂറൻസ് പരീക്ഷ സമയത്ത് ഗസറ്റ് വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുള്ള ഫോറത്തിൽ സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജനിൽ, ജൂനിയർ കൺസൾട്ടന്റിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭ്യമായ ശാരീരിക ക്ഷമതയും കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തി തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അസൽ കോപ്പിയും ഹാജരാക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയ പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധിച്ച കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റൗട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 29/1/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ. മറ്റു നോട്ടിഫിക്കേഷനുകൾ: അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി, അനാട്ടമി, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കാറ്റഗറി നമ്പർ 717/2024, ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് കേരള ജനറൽ സർവീസസ്, ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ലോ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്.
കാറ്റഗറി നമ്പർ 726/2024. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലോ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 727/2024. കേരള സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് കാറ്റഗറി നമ്പർ 729/2024. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 730/2024. മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 731/2024. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് കാറ്റഗറി നമ്പർ 733/2024. സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ വിങ് കാറ്റഗറി നമ്പർ 734/2024. വെൽഡർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കാറ്റഗറി നമ്പർ 735/2024. ട്രേസർ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 736/2024. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 737/2024. ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 738/2024. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 739/2024. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ കേരള പോലീസ് കാറ്റഗറി നമ്പർ 740/2024. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 741/2024. ലൈബ്രറിയൻ ഗ്രേഡ് 4 ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 742/2024. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് 1 കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ കാറ്റഗറി നമ്പർ 743/2024. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് 2 കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ കാറ്റഗറി നമ്പർ 744/2024. നഴ്സസ് ഗ്രേഡ് 2 ആയുർവേദ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ കാറ്റഗറി നമ്പർ 745/2024. ഇലക്ട്രീഷ്യൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 746/2024. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 747/2024. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻ SC/ST ഓൺലി കേരള പോലീസ് സർവീസ് കാറ്റഗറി നമ്പർ 748/2024. ക്ലർക്ക് SR ഫോർ SC or ST വേരിയസ് കാറ്റഗറി നമ്പർ 749/2024. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് SR ഫ്രം എമംഗ്സ് എക്സ് സർവീസ്മെൻ ഓഫ് ST ഓൺലി NCC ബാർ സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 750/2024. ബൈൻഡർ ഗ്രേഡ് 2 SR ഫോർ ST ഓൺലി പ്രിന്റിംഗ് കാറ്റഗറി നമ്പർ 751/2024. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ജെനിറ്റോ യൂറിനറി സർജറി ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി മാത്തമാറ്റിക്സ് ഉറുദു കാറ്റഗറി നമ്പർ 752 ആൻഡ് 760/2024. അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ് അറബിക് മെഡിക്കൽ ഗാസ്ട്രോ ആൻഡ്രോളജി ന്യൂറോ സർജറി കാറ്റഗറി നമ്പർ 761/2024 ടു 764/2024 വരെ. ലെക്ചറർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 766
മുതൽ 770/2024 വരെ. ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് കാറ്റഗറി നമ്പർ 771 മുതൽ 776/2024 വരെ. പെയിന്റർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കാറ്റഗറി നമ്പർ 779/2024. ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ കാറ്റഗറി നമ്പർ 780/2024 ആൻഡ് 783/2024. ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 784 ടു 787/2024. ഹൈസ്കൂൾ ടീച്ചർ അറബിക്, ഹിന്ദി, ഉറുദു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 790 മുതൽ 797/2024 വരെ. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബി, UPS ആൻഡ് LPS കാറ്റഗറി നമ്പർ 798/2024 മുതൽ 800/2024 വരെ. മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 801/2024. ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 802/2024. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, ആംഡ് പോലീസ് ബറ്റാലിയൻ NCA റിക്രൂട്ട്മെന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 803/2024. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദം, ഹോമിയോ കാറ്റഗറി നമ്പർ 804 മുതൽ 807/2024 വരെ. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആൻഡ് ഹിന്ദി. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 808/2024. ആയ സെക്കൻഡ് NCA ഫോർ OBC. വേരിയസ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 812/2024. കേരള PSCയുടെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം? ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് നെയിം https://www.keralapsc.gov.in. വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ എടുത്ത് അപേക്ഷ അയക്കാം. പുതിയതായിട്ട് രജിസ്ട്രേഷൻ നടത്തുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് അപേക്ഷാ ഫോം സബ്മിറ്റ് ചെയ്യുക. ക്വിക്കായി പെട്ടെന്ന് അപേക്ഷ അയക്കാനായിട്ട് കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ കൊടുക്കുക. കാറ്റഗറി നമ്പർ അറിയില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റുന്ന അപേക്ഷ സെർച്ച് ചെയ്യുക. എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാം. ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നോട്ട്സ്, ആൻസർ കീ, വീഡിയോ ക്ലാസ്, വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് https://www.studyforsure.com